രാജമൗലി, മഹേഷ് ബാബു, പൃഥ്വിരാജ്, പ്രിയങ്ക ചോപ്ര ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. രാജമൗലി, മഹേഷ് ബാബുവും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണിത്. 1000 കോടി ബജറ്റിലാകും ചിത്രം ഒരുങ്ങുകയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 2028 ചിത്രം റിലീസിനെത്തുക. രാജമൗലിയുടെ അച്ഛനും തിരക്കഥാകൃത്തുമായ വിജയേന്ദ്ര പ്രസാദാണ് SSMB 29 തിരക്കഥ ഒരുക്കുന്നത്. ഇന്ത്യൻ സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തതാകും ചിത്രത്തിന്റെ തിയേറ്റർ അനുഭവമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. SSMB 29 എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ കഥയോ ജേണറോ ഒന്നും തന്നെ അണിയറ പ്രവർത്തകർ ഇതുവരെയുമായും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും ചിത്രത്തിന്റെ കഥയെക്കുറിച്ച് കുറച്ച് റിപ്പോർട്ടുകളെല്ലാം പുറത്തുവരികയാണ്. SSMB 29 പറയുന്നത് കാശിയുടെ ചരിത്രമാണെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്ത്യൻ ചരിത്രവും ഐതിഹ്യങ്ങളും കോർത്തിണക്കി വലിയ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത്. ഹൈദരാബാദിൽ നിർമ്മാതാക്കൾ പുരാതന നഗരമായ കാശിയുടെ പടുകൂറ്റൻ സെറ്റ് തയ്യാറാക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇതിലെ ചില ഭാഗങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം രാമായണത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും ചിത്രത്തിന്റെ പശ്ചാത്തലമെന്നുള്ള മറ്റൊരു വിവരം കൂടി പുറത്തുവരുന്നുണ്ട്. ഹനുമാൻ മൃതസഞ്ജീവിനി തേടിപ്പോയ കഥയായിരിക്കും ചിത്രം പറയുകയെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പുരാണ കഥകളോടുള്ള തന്റെ ഇഷ്ടത്തെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നയാളാണ് സംവിധായകൻ രാജമൗലി. ഈ ട്രെൻഡ് മഹേഷ് ബാബു ചിത്രത്തിലും തുടരുമെന്നാണ് സൂചനകൾ പറയുന്നത്. യഥാർത്ഥ വനങ്ങളും ഇന്ത്യയിലെ ചരിത്രപ്രധാനമായ സ്ഥലങ്ങളും കൂട്ടിയിണക്കിയാവും പുതിയ ചിത്രത്തിൽ രാജമൗലി മാജിക് തീർക്കാൻ പോകുന്നത്. ഗരുഡ എന്നായിരിക്കും ചിത്രത്തിന്റെ പേരെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഒഡീഷയിലെ കൊരാപുത്തിലുള്ള തലമലി കുന്നുകളിലാണ് സിനിമയുടെ ചിത്രീകരണം നടക്കുന്നത്. പ്രിയങ്ക ചോപ്രയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കുള്ള യാത്രയിലെന്ന് തോന്നിക്കും വിധത്തിൽ ഏതാനും വീഡിയോകൾ പ്രിയങ്ക ചോപ്ര കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ സ്റ്റോറിയായി പങ്കുവച്ചിരുന്നു. പൃഥ്വിരാജ്, മഹേഷ് ബാബു, പ്രിയങ്ക ചോപ്ര എന്നീ 3 താരങ്ങളെക്കുറിച്ചല്ലാതെ കൂടുതൽ വിവരങ്ങളൊന്നും SSMB 29 ടീം ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. സിനിമയുടെ നിർണായക രംഗത്തിന്റെ ഷൂട്ടിംഗ് ദൃശ്യങ്ങൾ പുറത്തുവന്നത് വലിയ വാർത്തകൾക്കിടയാക്കിയിരുന്നു. അതിനെതിരെ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് അണിയറ പ്രവർത്തകർ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.